ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും റമദാൻ മുബാരക്. അപ്പോൾ ഇന്നത്തേതും ഒരു ഇഫ്താർ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് നല്ല അടിപൊളി ഇഫ്താർ സ്നാക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ ഡെയിലി വ്ളോഗ് ഇടാൻ പറ്റുന്നില്ല കേട്ടോ. അതിൻ്റെ റീസണും ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഞാൻ സ്നാക്ക് റെഡിയാക്കലാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഫില്ലിങ് ഉണ്ടാക്കലാണ്. രണ്ട് സ്നാക്കിനും രണ്ട് ടൈപ്പിൻ്റെ നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ. സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓയിൽ നല്ല ചൂടായി വരുമ്പം അതിലേക്ക് മീഡിയം സൈസിൽ 2 സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫില്ലിംഗ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും. പിന്നെ സവാള കരിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ സവാള ഓവർ കുക്കാണ്ട് കേട്ടോ. ഒന്ന് സോഫ്റ്റായിട്ട് കളറൊന്ന് മാറി കിട്ടിയാൽ മതി. ആ സമയം നമുക്ക് 2 ചെറുതായി കട്ട് ചെയ്ത് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. ഇനി 1 ടീസ്പൂണ് ജിഞ്ചർ പേസ്റ്റും 1 ടീസ്പൂണ് ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കുക. ഇത് 1 മിനിറ്റ് ഇതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടുന്നവർ സോട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം ഒന്ന് മാറി കിട്ടുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് കേട്ടോ. ഗരം മസാല ഓവർ ചേർക്കേണ്ട. അതിൻ്റെ ഒരു ഡാർക്ക് സ്മെല്ലാകുമ്പോൾ നമുക്ക് മസാലക്കൊരു ടേസ്റ്റ് കിട്ടില്ല. ഒരു 1/2 ടീസ്പൂൺ മതിയാവും. ഇതൊക്കെ കൂടി നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ എന്ന് പറഞ്ഞാൽ മഞ്ഞളും ഉപ്പും എല്ലാം കൂടി വേവിച്ചാണ്. ഇത് നല്ല പോലെ ഷ്രെഡ് ചെയ്താണ് കേട്ടോ. നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നതിനേക്കാളും ഷ്രെഡ് ചെയ്ത ചിക്കനായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അത് നമുക്ക് കടിക്കാനെല്ലാം കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ നമ്മുടെ ഫില്ലിങ് റെഡി. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രേപ്പ് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമോസ ഷീറ്റില്ലേ, 2 സമോസ ഷീറ്റ് ഇതുപോലെ എടുത്ത് വെക്കുക. നമ്മൾ പ്ലസ് സൈൻ പോലെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മിഡിലേക്കായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇല്ലേ, അത് കുറച്ച് ഇട്ട് കൊടുക്കുക. ആ നടുക്ക് ഭാഗം മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ക്രേപ്പ് ബോക്സ് ഉണ്ടാക്കേണ്ടതാണ്. ഇനി ഇതിൽ കാണുന്ന പോലെ ഓരോരോ ഭാഗത്തേക്കായിട്ട് കുറച്ച് മൈദ, 2 ടേബിൾ സ്പൂൺ മൈദയില്ലേ, അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കണം. 4 ഭാഗത്തേക്കും ഒട്ടിച്ച് കൊടുത്തിട്ട് ഒരു ബോക്സിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കലാണ്. അപ്പോൾ ഈ ഷേപ്പിലാന്നിട്ട് ആക്കിയെടുക്കേണ്ടത്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ആദ്യം 2 സമോസ ഷീറ്റ് എടുക്കുക. അതിൻ്റെ നടുക്ക് ഭാഗത്തേക്കായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലേക്കായിട്ട് ഗ്രേറ്റ് ചെയ്ത് കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കലക്കി വെച്ച മൈദ മാവ് കൊണ്ട് 4 സൈഡും ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ബോക്സ് ഷേപ്പിലാക്കിയെടുക്കുക. മൊത്തമാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് നല്ല ചൂടായ എണ്ണയിൽ കുറച്ച് എണ്ണ മതി കേട്ടോ. ഓവർ എണ്ണയൊന്നും വേണ്ട. കുറച്ച് എണ്ണ കൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായി വരുമ്പം ഇതിലേക്ക് ഇട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവർ ഒരു സൈഡ് ഫ്രൈ ചെയ്തിട്ട് മറിച്ചിട്ട് ഒരു 10 to 20 സെക്കൻഡ്സ് ആകുമ്പോൾ അടുത്ത ഭാഗവും ഫ്രൈ ആയി കിട്ടും. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ക്രീം ബോക്സും ഫ്രൈ ആക്കി എടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കാണുന്നില്ലേ, ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ചീസി ക്രീം ബോക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ചീസി ഫില്ലിംഗ് എല്ലാം ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ബ്രെഡ് കൊണ്ടുവന്ന് എന്നിട്ട് ആ ബ്രെഡ് തീർന്നിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇലുവിന് ഫുഡെല്ലാം കൊടുത്തിട്ട് അടുത്ത സ്നാക്ക് ഉണ്ടാക്കാം.
അപ്പോൾ ഈ ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ അടുത്ത സ്നാക്ക് ഉണ്ടാക്കുന്നത്. ഇത് ഫ്രിഡ്ജിലുണ്ടായ ബാക്കി വന്ന ഫില്ലിംഗ് ആണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ബ്രെഡിൻ്റെ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൽ ബാക്കി വന്ന ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്. പിന്നെ ഇത് 2 പൊട്ടാറ്റോ ബോയിൽ ചെയ്തിട്ട് മാഷ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് മതിയിട്ടാണ്, നമ്മുടെ ഫില്ലിങ്ങിൽ ഓൾറെഡി ഉപ്പുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് മതിയാവും. പിന്നെ അതിലേക്ക് നമ്മുടെ ഫില്ലിങ്ങിൽ അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പോളം ഉണ്ടാവും. ഇനി പൊട്ടാറ്റോവും മസാലയൊക്കെ കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് നമ്മുടെ മിക്സിയിൽ, അതെടുത്ത് വെച്ചിട്ട് കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് നമുക്കിത് നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ആക്കിയെടുത്തിന്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുട്ടയിൽ അത് പൊട്ടിച്ച് വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആക്കിയെടുത്ത ആ ഒരു കട്ട്ലെറ്റ് ഇല്ലേ, അത് ഈ മുട്ട മിക്സിലേക്ക് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കലാണ്. അപ്പോൾ ഇത് നമുക്ക് മൊത്തത്തിൽ ചെയ്ത് വെക്കാം. ഞാൻ ഉണ്ടാക്കിയ 2 സ്നാക്കും ഈസിയാണ് കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റാണ്. 2 ഡിഫറെൻറ്റ് ഫില്ലിങ്സ് ആയിട്ട് ഭയങ്കര ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. അങ്ങനെ ഇതാ മൊത്തത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ എത്ര ഷോപ്പിംഗ് ആക്കിയാലും നമുക്ക് എന്തെങ്കിലുമായിട്ട് ദിവസവും വാങ്ങാനുണ്ടാവുമല്ലോ. ഇത് തക്കാളി അതുപോലെ തീർന്നിട്ടുണ്ട്, അതിനത് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി ചൂടുള്ള ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ മതി, നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ കുറച്ച് എണ്ണയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ബ്രെഡ് കൊണ്ടുപോയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് ഇത് നമുക്ക് കോരിയെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പം കോരിയെടുക്കാം. വീഡിയോ എടുക്കുമ്പോഴെല്ലാം ഞാൻ നേരത്തെ സ്നാക്ക് ആക്കി വെക്കലുണ്ട് കേട്ടോ. പക്ഷേ ഫ്രൈ ആക്കൽ നോമ്പ് മുറിക്കുന്ന ആ സമയമാകുമ്പോഴാണ്, അല്ലെങ്കിൽ തണിഞ്ഞ് പോകില്ല, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ നേരത്തെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ്. അപ്പോൾ ഇത് നോമ്പ് മുറിക്കുന്ന സമയമായി ഒരു 6:15 ആകുമ്പോഴെല്ലാം ടേബിളെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഇത് നമ്മുടെ ക്രേപ്പ് ബോക്സിൻ്റെ ഉള്ളിലെല്ലാം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നല്ല ചീസി ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റുള്ള ഫില്ലിങ്ങുമാണ്, നല്ല ഔട്ടറെല്ലാം ആയിട്ട് അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ എനിക്ക് ഡെയിലി വ്ളോഗ്സ് ഇടാൻ പറ്റുന്നില്ല കേട്ടോ, നോമ്പും ചൂടും എല്ലാം ഇല്ലേ, അതുകൊണ്ടാണ്. വ്ളോഗെല്ലാം ആകുമ്പം നമുക്ക് ഫുൾ ടൈം ഫോണും പിടിച്ച് നടക്കണം, ഫുൾ ടൈം ക്യാമറ ഓൺ വേണം. അതെല്ലാം കൊണ്ടാണ്. റെസിപ്പീസ് എല്ലാം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എഡിറ്റിങ്ങും അപ്ലോഡിങ് എല്ലാം ആകുമ്പം കുറേ ടയർഡാണ്, അതുകൊണ്ടെല്ലാം എന്നിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ എഡിറ്റിങ്ങും അപ്ലോഡെല്ലാം ആയി കിട്ടാൻ നല്ല പണിയുണ്ട് കേട്ടോ. അതൊരു യൂട്യൂബർക്കേ മനസ്സിലാവും. അപ്പോൾ നിങ്ങളെ റെസ്പോൺസ് കാണുമ്പോഴാണ് നമുക്ക് പിന്നെയും വീഡിയോ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസും നല്ല റെസിപ്പീസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. റംദാൻ മുബാറക്.